ചാരു, നീ എന്താ ഇതുവരെ റെഡി ആവാത്തത്? ചെറുക്കനും കുട്ടൂരിങ്ങ എത്താറായി. എടി, ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്കൊരു തോന്നലടി. എന്ത്? പവിയെ ഞാൻ ചതിക്കുമല്ലേ? എന്നാ പിന്നെ നീ കാര്യങ്ങളൊക്കെ അമ്മാവിന്റെ അടുത്ത് തുറന്നു പറ. എനിക്ക് അമ്മാവിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നീ അവറ്റോട് ഒളിച്ചോടിപ്പോ. അതും എനിക്ക് ചെയ്യാൻ പറ്റില്ലടി. ഡേ ചാരു, എല്ലാം നീ തന്നെ പറയരുത് കേട്ടല്ലോ. ഇതിപ്പോ അമ്മാവൻ വന്ന പ്രശ്നം. അമ്മാവൻ ചാരു, ഇതുവരെ റെഡിയായില്ലേ നീ? അമ്മാവ, അവക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. അവക്ക് പവിയെ ഇഷ്ടം. അവരുടെ കല്യാണം അമ്മാവൻ നടത്തി കൊടുക്ക്. എന്തു പറയടി? എന്റെ വാക്ക് ധിക്കരിച്ചാൽ ഒന്നുകളഞ്ഞാൽ. അമ്മാവ, അവളൊന്നും ചെയ്യരുത്. അവൾ എന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ പറഞ്ഞേ. പ്ലീസ്. ഇവിടെ ആരും നിന്റെ നന്മ നോക്കണ്ട. നിന്റെ നന്മ നോക്കാൻ ഞാനുണ്ട് ഇവിടെ. നിങ്ങൾ ആരാ അവരുടെ ജീവിത നന്മയൊക്കെ നോക്കാൻ? ഞാൻ അവരുടെ അമ്മാവനടി, അമ്മാവൻ. നിങ്ങളുടെ അമ്മാവനല്ല, രാക്ഷസനാ, രാക്ഷസൻ. എന്തു പറഞ്ഞടി? എന്റെ വാക്ക് ധിക്കരിച്ചാൽ അമ്മാവ, എടി അമ്മാവനെ ഞാൻ കൊന്നടി. അമ്മാവ, അമ്മാവ. നീ ഇപ്പൊ നോക്കണ്ട. നീ വേഗം പവിയുടെ കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്ക്. പവി, അമ്മാവനെ ഞാൻ കൊന്നടാ. പവി, നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടേലും ഓടിപ്പോ രക്ഷപ്പെടാൻ നോക്ക്. വേഗം പോ. ഇനി ഞാൻ നടക്കുമെന്ന് തോന്നുന്നില്ല ചാരു. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് വേറൊരാളെ കല്യാണം കഴിക്കാൻ തുനിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കുട്ടിയെ കല്യാണം കഴിച്ചു. ആര്? മോളെ, മോളൂ. ഇവളെയോ? യു ചീറ്റ്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലോടാ. നിനക്ക് വേണ്ടിട്ടാ ഞാൻ എന്റെ അമ്മാവനെ കൊന്നത്. മോളെ, ഈ തേപ്പന് വേണ്ടിട്ടാണോ നീ എന്നെ തലക്കടിച്ച് കൊന്നത്? I'm sorry അമ്മാവ. തേപ്പാ, നീ കാണും നഷ്ടപ്പെടാൻ ഞങ്ങളുടെ അമ്മാവനെയാ. നിന്നെ നിന്നെ എൻ്റെ ഒരു സ്വപ്നോടെ കാണുന്നത്. വെറുതെ സ്വപ്നം ഫലിക്കുമെന്നല്ലേ. ചാരുവിനെ വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവില്ല. വേറെ പെണ്ണിനെങ്കിലും കഴിക്കില്ല. ഉറപ്പണെങ്കിലും കഴിക്കില്ല. ഓ, ആ മോളെ, ഞാനേ 2 ദിവസം മുമ്പിൽ ചെയ്തില്ലേ പൂജ, അതിന് ഫലം ഉണ്ടായി. എന്റെ അമ്മാവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ? അയ്യ അതല്ല, പിന്നെ ഞാനേ ഒരു ET കമ്പനിയിൽ ഒരു പയ്യന്റെ ആലോചന വന്ന കാര്യം മോളെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവരെന്നെ വിളിച്ചു. എന്തിന്? അവർ കുടുംബത്തോടെ മോളെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. എന്റെ അമ്മാവ, എന്തിനാ ഇനി വീണ്ടും ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്? മോളെ, ഞാൻ നിന്റെ ജാതകം കൊണ്ട് ഒരു ജോത്സ്യനെ കാണിച്ചു. അപ്പോൾ ആ ജോത്സ്യനെ കാണിച്ച പുള്ളി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ET കമ്പനിയുടെ ജോലിയുള്ള പയ്യനാണെങ്കിൽ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ET അല്ല, IT. അത് തന്നെ, അതിനാണെങ്കിൽ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. മോക്ക് നല്ലതാണെന്ന്. ആണോ? പിന്നെ എനിക്ക് ഈ ജാതകമൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മാവൻ എന്ത് ജാതകത്തിന്റെ കാര്യം പറയുന്നത്? അയ്യോ, അത് ഞാനൊരു ജോത്സ്യനെ പോയി നേരത്തെ കണ്ടായിരുന്നു. ചുമ്മാ നോണ പറഞ്ഞത്. ഞാൻ ജനിച്ച എവിടാന്ന് പോലും എനിക്ക് അറിയത്തില്ല. എടി അതല്ല, ജോത്സ്യനെ പോയി കണ്ടപ്പോഴേ ജോത്സ്യ കബഡിയൊക്കെ ഇങ്ങനെ വെച്ച് നിരത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് കേട്ടാ. പിന്നെ ജോത്സ്യൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്ത്? ഞാൻ ഇനി ഇവിടെ അധികകാലം കാണൂല. എൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് മോള് കല്യാണത്തിന് സമ്മതിക്കണം. അമ്മാവൻ എന്തൊന്നൊക്കെ ഈ പറയുന്നേ? അമ്മാവൻ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതൊക്കെ ചുമ്മാതാ. അതൊന്നും നമ്മളെ കയ്യിലല്ലല്ലോ മോളെ. അവർ പയ്യനും പയ്യൻ്റെ മാമനും അമ്മാവനും കൂടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. വേണ്ട അമ്മാവ, ഞാൻ ഒന്നാമത്തെ ഇതിനൊന്നും പ്രിപ്പയർഡ് അല്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, അത് ശരിയാവില്ല അമ്മാവ.
മോള് ഈ അമ്മാവൻ്റെ വിഷമം മനസ്സിലാക്കണം. നിന്നെ ആരെങ്കിലും കയ്യിൽ പിടിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ടെങ്കിലും പോവാൻ. ഏട്ടാ അവർ ആ ചെറുക്കൻ ഒന്ന് കണ്ടിട്ട് പോട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ കണ്ടിട്ട് പോകാനാണെങ്കിൽ എന്റെ വല്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താ പോരേ മാവാ? ആ അത് പറ്റൂല. അവർ നേരിട്ട് വന്ന് കണ്ടാലേ ഇത് പറ്റുള്ളൂ. മോളെ ഈ അമ്മാവൻ്റെ വിഷമം നീ മനസ്സിലാക്കണം കേട്ടോ. ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. എന്തായിട്ട് ഭയങ്കര ഗ്ലൂമിയായിട്ട് നിൽക്കുന്നേ? എടി അമ്മാവൻ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നുണ്ട്. എന്ത് പറ്റി? നാളെ എന്നെ കാണാൻ ഏതൊരു ചെക്കനും അമ്മാവനും കൂടി വരുവാന്ന്. എന്തിനാണ് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നത്? കല്യാണോ? അയ്യോ കല്യാണോ? എനിക്ക് വയ്യ, ഒരു സദ്യ കഴിക്കാലോ. ഈശ്വരന് സമയം ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. പെണ്ണെ മടങ്ങടി, ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നീ തമാശക്കുവാണോ? എന്താടി കണ്ണിച്ചോറി ഇല്ലാണ്ട് ഒരുമാതിരി റിയാക്ഷൻ കാണിക്കരുതട്ടാ. എടി നിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാ കാര്യങ്ങൾ ചെയ്തത്. നിനക്ക് അതിന്റെ ഒരു അംശം നീ ഇപ്പൊ കാണിക്കണ്ട. അവിടെ ഷോപ്പിംഗ്. നീ എനിക്കൊരു അവസരം താ കല്യാണം മുടക്കാൻ. നീ ആദ്യം കാര്യങ്ങളൊക്കെ അമ്മാനോടും തുറന്നു പറ, ഇല്ലെങ്കിൽ വെച്ച് അനുഭവിച്ചോണ്ടിരിക്കും. എടി അമ്മാവന്റെ അടുത്ത് അങ്ങനെ തർക്കിച്ചൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അനുഭവിക്കല്ല. ഞാനിപ്പോ എന്താ ചെയ്യാനാ? എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മാവന് വിഷമം വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പണി ആലോചിക്കടേ. അമ്മാവന് വിഷമം വരാത്ത പോലെ പണി എന്ന് പറഞ്ഞാൽ നിനക്ക് കാര്യം ചെയ്യും. നീ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്ക്. ഇങ്ങനെയുണ്ട്? അത് നല്ല ഐഡിയ. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചോണ്ടിരുന്നത്. പക്ഷെ നീ ആരോടും പറയില്ല എങ്ങോട്ടാ ഒളിച്ചോടി പോന്നെന്നുള്ളത് കേട്ടോ. ഞാൻ ആരോടും പറയില്ല, നീ ആരോടും പറയണ്ടിരുന്നാൽ മതി. എടി എനിക്കിങ്ങനെ നുണ പറയുന്ന സ്വഭാവം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ പൊന്നു കുഞ്ഞെ വിട്ടേക്ക്, ഞാൻ അതിന് ഇനി തർക്കിക്കാൻ വരുന്നില്ല. ഓക്കെ ശരി. പക്ഷേ എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അതൊക്കെ വഴിയുണ്ട്. സമയമാകുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാം. തൽക്കാലം അല്ലേ വേണ്ട, ചായ നീ കുടിച്ചു. നമസ്കാരം സാറേ, ജയനാണ്. അത് തന്നെ. സാറേ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾ വന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവാം അല്ലേ? ശരി. അതെല്ലാം ഓക്കെയാണ് സാറേ. പിന്നെ സാറേ എപ്പോഴാണ് വരുന്നത്? നാളെയോ? ശരി ഓക്കെ. ശരി. അല്ല കുഴപ്പമൊന്നുമില്ല. അല്ല സാറേ വരുമ്പോഴൊന്ന് വിളിച്ചിട്ട് വരണേ. അയ്യോ അതൊന്നുമല്ല, ഞാനൊരു വലിയ കൃഷിക്കാരനല്ലേ. അപ്പോൾ ആ കൃഷിയുടെ കാര്യമായിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ പോവുക, അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ അത് മതി. എന്നാൽ ഓക്കെ സാർ, ഓക്കെ നാളെ കാണാം. ബൈ. അങ്കിളെ, ഞാൻ അങ്കിളിനെ എവിടെയൊക്കെ നോക്കി. എന്തുവാണ് അങ്കിളെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെ ഉള്ള ആരും അറിയരുത്. എന്റെ പൊന്നു മോളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ, എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. കാര്യം പറയും. ചാരു ഉണ്ടല്ലോ, ചാരു ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഒളിച്ചോടാൻ പോവുക. അതൊന്നും എനിക്ക് പറഞ്ഞൂടാ. ചുമ്മാ കള്ളം പറയല്ല മോളെ, എന്റെ ചാരുമോൾ അങ്ങനെ ഒന്നും ചെയ്യൂല. അങ്കിളിന് എത്ര സംശയം ഉണ്ടെങ്കിൽ അങ്കിൾ അങ്ങോട്ട് പോയി നോക്കാം, അപ്പൊ അറിയാലോ സത്യാവസ്ഥ എന്താണെന്ന്. എന്നാ പിന്നെ കൊള്ളാലോ. ശരി. എന്തൊരു മനസ്സമാധാനം. എന്തുവാണ് ബാഗ് എടുത്ത് വെക്കണേ? അതാ ഞാൻ ബാഗിന്റെ പൊടി തട്ടി തന്നതാ. മോളെവിടെയും പോണോ? ഞാനവിടെ പോവാനാ? ഞാൻ പറഞ്ഞില്ലേ പൊടി തട്ടാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടാ. ശരി. പിന്നെ നാളെയാണ് ആ ചെറുക്കനും കൂട്ടനും പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ? അത് നാളെയാണോ? നൈറ്റ് തന്നെ ചാടണം. മോൾ എന്തോന്ന് ആലോചിക്കണേ? അല്ല നാളെ എന്തായാലും ഒരു വരികയല്ലേ, കോസ്റ്റ്യൂം ഏതിടണം എന്നാലോചിക്കണം. വൃത്തിയുള്ള എന്തെങ്കിലും ഇടണമല്ലോ. അത് മോളെ കയ്യിലുള്ള എന്തെങ്കിലും ഇട്ടാൽ മതി. മോക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എന്ത് പറയാനമ്മാവാ? ഓക്കെ ആണ്. എന്നാ മോൾ ഇരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ ഇരി. അതെ, നമ്മുടെ മങ്കി സിംഗ് ഇല്ലേ, മങ്കി സിംഗിൻ്റെ സഹോദരി ചൊക്കി സിംഗ്, മങ്കി സിംഗിൻ്റെ വാക്ക് ധിക്കരിച്ച് ഒരു ചൊക്ക സിംഗിൻ്റെ കൂടെ ഒളിച്ചോടി പോണ സമയത്ത് ചൊക്കി സിംഗ് വിചാരിച്ചു ഇനിയുള്ള ജീവിതം ഭയങ്കര സന്തോഷവും സുഹൃതവും ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ചൊക്കൻ സിംഗ് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല.
അവൻ മഹാമടിയനും ഭയങ്കര ധൂർത്തനും ജോലിക്കൊന്നും പോവാത്തവനും ആയിരുന്നു. മൂട്ടിൽ വെയിലടിക്കുന്നവരെ അവൻ കിടന്നുറങ്ങി, ഒരു ജോലിക്ക് പോവില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ചൊക്കി സിംഗ് പട്ടിണി കിടന്ന് ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തു. ഓ അങ്ങനെയാണല്ലേ. അല്ല ഇപ്പൊ അമ്മാവൻ എന്തിനാ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്? അല്ല, ഇപ്പോഴാണ് ആ കഥ എനിക്ക് ഓർമ്മ വന്നത്. കഥ എങ്ങനെയുണ്ട്? കഥ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം തോന്നി, എന്താ അറിയോ? ഈ ചൊക്കി സിംഗേ ഈ മരണം വരെ പണിയെടുക്കാണ്ട് കിടന്നോണ്ടാണ് പുള്ളിക്കാരി മരിച്ചുപോയത്. മനസ്സിലായ? അല്ലാണ്ട് വല്ല പണിയെടുത്ത് സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ വല്ല ഭക്ഷണവും കഴിച്ച് ജീവിക്കാറുന്നല്ലോ. അതിനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ഓ, ഈ സാഹചര്യമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കണ്ടല്ലേ അമ്മാവ? ഈ കഥയിൽ ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കിയാ മതി കേട്ടാ. നീ ഇവിടെ ഉണ്ടോന്ന് ആലോചിച്ചാലോചിച്ചു വരുമായിരുന്നു ഞാൻ. എടാ, ഇന്നലെ ഞാൻ നിന്നൊരു സ്വപ്നം കണ്ടു. സ്വപ്നം? ആ, എന്തൊരു സ്വപ്നം? അതാലോചിച്ച് ചിരിച്ചിരിച്ചൊരു വഴിക്കായി. തമാശ? പിന്നല്ലാതെ വൻ കോമഡി ആയിരുന്നു. കേക്കട്ടെ, ഞാനോട് തിരിക്കട്ടെ. അതായത് ചാരു ആരാ? ഞാനാ പവി. ആര്? കവിയോ? കവിയല്ലാണോ പരട്ട കളവാ? പവി കളവ നിന്റെ അച്ഛൻ. അത് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ തനിക്ക്. ഓ, നീയാ പവിയല്ലേടാ? ആ. നീ എന്തിനാടാ ഇവിടെ വന്നേ? ഞാൻ എന്റെ ചാരുവിനെ വിളിക്കാൻ വന്നതാ. ഇറക്കി വിടറോ അവളെ? അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതുപോലെ നരച്ചു കുറച്ച് കയ്യും വറച്ച് കൂനിക്കൂനി നടക്കണ ഒരുത്തന് എന്റെ ചാരുമോളെ കെട്ടിച്ച് തരുന്നടാ. മുതുക്ക, താൻ കാരണമാ ഞാൻ ഈ കോലത്തിലായ. തനിക്കറിയാവോ എത്ര വർഷമായിട്ടുള്ള എന്റെ കാത്തിരിപ്പാന്നറിയോ തനിക്ക്? ഇറക്കി വിടറോ അവളെ? ഇറക്കി പോടാ. നീ പ്രശ്നമുണ്ടാക്കാതെ പോടാ. മോളെ ചാരു, ചാരു മോളെ, ചാരു മോളെ ഇറങ്ങി വാടി. എന്റെ കൂടെ വാ ചാരു. ഇല്ല പവി, അമ്മാവനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നീ പോ. എടാ എടാ നാണം കെട്ടവനെ, കേട്ടില്ലേ എന്റെ മോള് പറഞ്ഞത്? ഇറങ്ങി പോടാ. എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ചാരു. ഇനിയും ഞാൻ കാത്തിരിക്കും. ഇനി എവിടെ കാത്തിരിക്കാ? നീ ഇപ്പോഴേ ചാവാറായില്ലേടാ. ഞാൻ ചാവുന്നതിന് മുന്നേ നിങ്ങൾ ചാവും മൂപ്പിന്നെ. നോക്കി അല്ല വണ്ടി പാട്ടി ലോറിയും കയറാതെ. ഈ കള്ളക്കളവ് എന്റെ പുക കണ്ടിട്ടേ പോകും. നമ്മുടെ പവികാന്തനല്ലേ ഇത്? നിങ്ങൾ എന്നാ യുകെന്ന് വന്നേ? 2 ദിവസമായി പവി. മോന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. മോന്റെ കല്യാണം വിളിക്കാനോ? കൊച്ചു പിള്ളേരൊക്കെ കെട്ടിപ്പോവല്ലടാ. അല്ലടാ, അവന് കല്യാണ പ്രായമായി. നമ്മളാണ് മൊത്തം പവി ഇപ്പോഴും ചാരുവിന് വേണ്ടി കാത്തിരിക്കാണോ? കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ. എടാ, കല്യാണത്തിന് വരൂലേ? ഉണ്ടാവൂലടാ, ഉണ്ടാവൂല. ഇനി പവികാന്തനൊരു കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിൽ അതെന്റെ കല്യാണത്തിനായിരിക്കണം. എന്റെ കൂട്ടുകാരൻ കല്യാണരാമൻ കളിച്ചു കളിച്ച് കല്യാണമേ ഇല്ലാത്ത രാമനായി. അയ്യോ, ആലോചിക്കുമ്പോ സങ്കടം. വിഷമിക്കില്ലേ ഏട്ടാ? വിഷമം മാറാൻ മതിയോ? ഇപ്പോഴോ?
മതി. ചിരിക്കാൻ എന്തിരിക്കുന്നതിനകത്ത് പിന്നല്ലാതെ. പിന്നല്ല എന്നാ ബാക്കിയുള്ളവനൊരു പ്രശ്നം വരുമ്പോ ഭയങ്കര സന്തോഷം അല്ലയോ? എടാ രാവിലെ കാണുന്ന സ്വപ്നം പെട്ടെന്ന് നടക്കും, അതറിയോ? അതുകൊണ്ട് ഇത് നടക്കുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ജീവനോടെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. ചിരിക്കണ്ടെന്നല്ല പറഞ്ഞത്, കാര്യമായിട്ട് തന്നെ പറഞ്ഞത് കേട്ടോ. അതിന് മുന്നേ ജയൻ എന്ന് പറഞ്ഞവനെ അങ്ങേർക്കടിയാ കൊടുക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇത്തിരി ഇളക്കം കൂടുതൽ അങ്ങേർക്ക്. ഇത് സ്വപ്നമല്ലേ? സ്വപ്നം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെയാണ് സ്വപ്നം കാണുന്നത്. ഒരു ലിമിറ്റിലേക്ക് കാണണ്ടേ? റിയലായിട്ട് സംഭവിച്ചാൽ നീ എന്താ ചെയ്യേ? ഏത് റിലേറ്റ് സംഭവിക്കൂല. സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ചെയ്തോണ്ടിരിക്കുവാ. ഞാൻ ചാരുവിനെ പോയി കണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളോട് ആരും ഈ ടൈപ്പ് സ്വപ്നം കാണാൻ പറഞ്ഞത്? എടാ ഞാൻ കണ്ട സ്വപ്നമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാണാത്ത സ്വപ്നം ഒരാള് സ്വപ്നം കാണണമെങ്കിൽ ആളെ മനസ്സിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കിടന്നാലേ സ്വപ്നം കാണത്തുള്ളൂ, അല്ല ചുമ്മാ കാണൂല. അങ്ങനെ എന്റെ മനസ്സിലൊന്നുമില്ല, ചുമ്മാ ഇല്ലാത്ത പറയല്ലേ. മനസ്സിൽ എനിക്ക് പണി കിട്ടുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ചാണ് കിടക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാം. എനിക്കിട്ട് പണി വെക്കുന്ന ആൾക്കാരെ എല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്ന് പോകണം, ഇവിടെ സ്ഥിരമാവണം, എന്റെ ശമ്പളം കൂടെ അടിച്ചെടുക്കണം, അതാണ് വേണ്ടത്. നടക്കാൻ പോണില്ല. അതിനകത്ത് എന്നെ കൂട്ടല്ലേ? എന്ത് കൂട്ടാ? എന്ത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓ പിന്നെ ഇല്ല, ചിന്തിച്ചിട്ടില്ല. അത് തന്നെ ഇപ്പൊ കേട്ടത് എന്താണെന്ന്. എനിക്ക് മാത്രമേ പണി കിട്ടുന്നുള്ളൂ. ശ്യാമിന് അവന്തിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലേ? എടാ ശ്യാമും അവന്തി കല്യാണം കഴിക്കാതെ എനിക്ക് ഉറപ്പായി സ്വപ്നത്തിൽ നിന്ന്. അതങ്ങനെ ഉറപ്പായി? സ്വപ്നത്തിൽ നിന്നല്ലല്ലോ ഉറപ്പാക്കണത്, നമ്മൾ റിയാലിറ്റി വേറെ സ്വപ്നം വേറെ കേട്ടോ. സ്വപ്നം ഫലിക്കുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ കാര്യം നടക്കത്തില്ല, നിന്റെ കാര്യം നടക്കത്തില്ല, അവരുടെ കാര്യം നടക്കും, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ ശ്യാമിനെ വിളിച്ചിട്ടുള്ളൂ ബൈക്കാരി. ഞാൻ വിളിച്ചോളാം. ആഹാ, എന്നൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, അങ്ങനെ വെറുതെ ഇട്ടാൻ പറ്റില്ലല്ലോ. ആഹാ, നീ എവിടെ? അവന്തി കാണാൻ പോണോ? നീ എന്തിനാണ് 24 മണിക്ക് അങ്ങോട്ട് കയറി നടക്കണത്? നീ ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നെ കാണാൻ അത്യാവശ്യമുണ്ട്. എടാ നീ അവിടെ നില. ഞാൻ ഹലോ അവ പിന്നെ ബിവറേജിൽ പോകണം. എന്താ കട്ട് അന്വേഷിക്കാൻ പറ്റുന്നത്? ചോദിച്ചെന്നോളൂ, അതിന്റെ മുഖത്തെ പാവം കണ്ട. ഞാൻ മുഖത്ത് പല പാവങ്ങളോടും ഇത് തീരുമാനം ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെയാണ് നീ. നമ്മുടെ ഇതില് ജോലിക്കാര്യത്തിൽ അങ്ങനെ ഉത്തരം മുട്ടുമ്പോ എനിക്ക് പപ്പ അടിച്ചോണ്ടിരിക്കും. ഉത്തരം മുട്ടലൊന്നും ഇല്ല. ഇന്ന് അങ്ങേരെ കണ്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. നിങ്ങൾ കാണുന്ന സ്വപ്നം ഫലിക്കാൻ നോക്കാൻ എനിക്കറിയാം കേട്ടാ. ഞാൻ നോക്കിക്കോളാം കേട്ടാ. കൂടുതൽ ഞാനിത് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കാൻ തന്നെയല്ലേ പറഞ്ഞത്. എന്റെ ന്യൂസാണ്. എന്റെ സ്വപ്നം കണ്ടത് വന്ന് പറഞ്ഞത് ഇപ്പൊ തെറ്റായി പോയാ. ഇത്രയും വർജലസിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ പൊന്നോ, സ്വപ്നം കാണാൻ പറ്റിയ കാര്യം. സ്വന്തം ജീവിതം ആദ്യം നന്നാക്കാൻ നോക്കും. സ്വന്തം ജീവിതം കേട്ടാ. ബാക്കിയുള്ള ഞാൻ പോയി ഉടനെ അടുത്തൊരു വാതിലടിച്ചിരുന്നു കേട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കോളൂ, നീ വാ. ഒന്നും മിണ്ടാതെ. നീ എന്തിവിടെ? അല്ല നീ എന്തിവിടെന്ന് പറ. ഞാൻ മനസ്സിൽ കണ്ടപ്പോ മക്കള് മാനത്ത് കണ്ട്. വാ. എങ്ങോട്ടടാ? നീ ഇവന്റെ അടുത്ത് പോലെ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവൻ വന്ന സ്ഥിതിക്ക് നീ ഇവന്റെ കൂടെ പോ. നീ ഒന്നും കൂടി ഒന്നും ശരിയാവത്തില്ല. കൊല്ലും ഞാൻ ഇന്നവനെ. പെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു വന്ന വൃത്തികെട്ടവനെ. അമ്മാവ കാര്യം അങ്ങനെയൊന്നുമല്ല. ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. നീ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അടിക്കുമോ അവനെ? അടിച്ച പോലീസ് പിടിച്ചു കൊടുക്കാം. സത്യം പറയില്ല, നിങ്ങൾ നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എങ്ങനെ ഇരിക്കണം? മോള് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. പോയി ചുമ്മാ വടിയെടുത്ത് കൊടുക്കാത്തത് കിട്ടിയില്ല. അടിച്ചവിടെ ഇട്ടിട്ട് പോലീസ് പിടിച്ചു കൊടുക്കണമായിരുന്നു അവനെയൊക്കെ.